ശാസ്ത്രദീപ്തി. തോറിയം റിയാക്ടറുകൾ. ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രധാന ഇന്ധനങ്ങളാണല്ലോ തോറിയവും യുറേനിയവും. ഇന്ന് ലോകത്തിലെ ആണവ നിലയങ്ങളെല്ലാം തന്നെ യുറേനിയമാണ് ഉപയോഗിക്കുന്നത്. 1993 ഗുജറാത്തിലെ കക്രപ്പാറയിലാണ് ലോകത്തിലാദ്യമായി തോറിയം ഉപയോഗിക്കുന്ന ഒരു ചെറിയ റിയാക്ടർ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. പിന്നീട് കൽപ്പകത്ത് കാമിനി എന്ന പേരിൽ ഒരു റിയാക്ടർ സ്ഥാപിക്കുകയുണ്ടായി. കൽപ്പകം മിനി റിയാക്ടർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് കാമിനി. ചൈനയിലും ചില ചെറിയ റിയാക്ടറുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. യുറേനിയത്തെ അപേക്ഷിച്ച് കൂടുതൽ പരിസ്ഥിതി സൗഹൃദ വസ്തുവാണ് തോറിയം. അതിന് ആണവ മാലിന്യം കുറവാണ്. അപകടകരമായ വികിരണങ്ങളുടെ ആയുസ് യുറേനിയത്തെക്കാൾ കുറവാണ്. നിർമ്മാണച്ചെലവും താരതമ്യേന കുറവാണ് തോറിയം റിയാക്ടറുകൾക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ തോറിയം ശേഖരമുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ കടൽത്തീരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തോറിയമുള്ളത്. മണലിൽ നിന്ന് തോറിയം വേർതിരിച്ചെടുക്കാനുള്ള ചെലവ് യുറേനിയത്തെക്കാൾ കുറവുമാണ്. ഇന്ത്യയിൽ യുറേനിയം ഒട്ടും തന്നെ ലഭ്യവുമല്ല. ഇങ്ങനെ നോക്കുമ്പോൾ വൈദ്യുതോൽപാദനത്തിന് തോറിയം റിയാക്ടറുകൾക്കാണ് ഇന്ത്യയിൽ സാധ്യത കൂടുതൽ. പക്ഷേ നമ്മുടെ രാജ്യത്തും പ്രധാന ആണവ നിലയങ്ങളെല്ലാം യുറേനിയമാണ് ഉപയോഗിക്കുന്നത്. തോറിയം സാങ്കേതികവിദ്യ വേണ്ടത്ര വികസിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനുള്ള കാരണം. മറ്റുള്ള രാജ്യങ്ങൾ തോറിയം സാങ്കേതികവിദ്യയ്ക്ക് മുൻഗണന കൊടുക്കാതിരിക്കുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. യുറേനിയം റിയാക്ടറുകൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നും പ്ലൂട്ടോണിയം ലഭിക്കുന്നു. ഇത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അത്യാവശ്യമാണ്. അതിന് നല്ല വിലയും കിട്ടും. എന്നാൽ തോറിയം റിയാക്ടറുകളിൽ നിന്ന് പ്ലൂട്ടോണിയം ലഭിക്കില്ല. ഇത് തോറിയം സാങ്കേതികവിദ്യയുടെ ഗുണവും ദോഷവുമാണ്. ആണവായുധം നിർമ്മിക്കാതിരിക്കുന്നത് സമൂഹത്തിന് ഗുണപ്രദമാണ്. സ്ഥാപനത്തിന് സാമ്പത്തിക ലാഭം കുറയുമെന്നതാണ് ദോഷം. തോറിയം സാങ്കേതികവിദ്യ പ്രായോഗികമാക്കുന്നതിന് പല സാങ്കേതിക ബുദ്ധിമുട്ടുകളുമുണ്ട്. ഇതിനൊരു പരിഹാരവുമായി അമേരിക്കയിലെ ക്ലീൻ കോർ തോറിയം എനർജി എന്ന സ്ഥാപനം നെയിൽ എന്ന പേരിൽ ഒരു പദാർത്ഥം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ന്യൂക്ലിയർ ഇന്ധനമായിട്ട് ഉപയോഗിക്കാവുന്ന നെയിൽ യുറേനിയത്തിന്റെയും തോറിയത്തിന്റെയും ഒരു മിശ്രിതമാണ്. ചിക്കാഗോയിലുള്ള ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകൻ മെഹുൽ ഷാ എന്ന ഇന്ത്യൻ വംശജനായ സാങ്കേതിക വിദഗ്ധനാണ്. ഈ ഇന്ധനത്തിന് പ്രവർത്തന ചെലവ് കുറവാണ്. ആണവ മാലിന്യങ്ങൾ കുറവാണെന്ന് മാത്രമല്ല, ഇത് കൂടുതൽ കാലം സുഗമമായി പ്രവർത്തിക്കുകയും ചെയ്യും. 2050 ഇന്ത്യയുടെ ഊർജ്ജോൽപാദനത്തിന്റെ 30% തോറിയം സാങ്കേതിക വിദ്യയിലൂടെ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പുതിയ പദാർത്ഥം ഉപയോഗിച്ച് തോറിയം ഗവേഷണം ഊർജിതപ്പെടുത്താനാണ് ഈ മേഖലയിലെ വിദഗ്ധന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ഗുണകരമായ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് ഇന്ത്യൻ വിദഗ്ധർ തന്നെ മുന്നിട്ട് ഇറങ്ങുകയാണ്. അത് വിജയത്തിലെത്തുന്നതോടെ കേരള തീരത്തെ ധാതുസമ്പത്ത് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും. ഈ വിവരങ്ങൾ നൽകിയത് പ്രൊഫസർ KV വർക്കി പട്ടിമറ്റം. ശാസ്ത്രദീപ്തി.